വിഷുവിന് കണിവെള്ളരിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ചില വ്യക്തിപരമായ കാരണങ്ങളുണ്ട് എനിക്ക് വിഷുവിന് ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വിഷുവിന് വളരെ പ്രാധാന്യമുള്ള ഒരു കാർഷിക വിളയാണ് കണിവെള്ളരി. ഇതുപോലെ സ്വർണ്ണ നിറമുള്ള കണിവെള്ളരി നമ്മൾ കണി വയ്ക്കാൻ ഉപയോഗിക്കും. അപ്പോൾ വിഷു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയിടങ്ങളിൽ ധാരാളം കണിവെള്ളരി ബാക്കിയാണ്. നമ്മൾ ഈ കണിവെള്ളരിക്ക് അടുത്ത് നമ്മുടെ വീടുകളിൽ നമ്മൾ കെട്ടിത്തൂക്കി ഇട്ടിരിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പണ്ട് കാലത്ത് നമ്മുടെ വീടുകളൊക്കെ എന്ന് പറയുമ്പോൾ ഓലമേഞ്ഞ വീടുകളും അതോടൊപ്പം തന്നെ ഓടിട്ട വീടുകളൊക്കെയാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ. കൂടുതലും ഓലമേഞ്ഞ വീടുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഏകദേശം 50 വർഷം മുമ്പൊക്കെ ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഇതുപോലെ കണിവെള്ളരി ഞെട്ടോടെ പറിച്ചെടുത്ത് കെട്ടിത്തൂക്കിയിട്ടിരിക്കുമായിരുന്നു. കാരണം ക്ഷാമകാലത്ത് ഓരോ വെള്ളരി ഇങ്ങനെ എടുത്ത് നമ്മൾ കറികളിൽ ചേർക്കും. ഈ കണിവെള്ളരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഒരു തരത്തിലുള്ള ക്ഷതവും ഈ കായ്കളിൽ ഒരു തരത്തിലുള്ള ക്ഷതവും സംഭവിക്കാതെ നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 6-7 മാസം ചിലപ്പോൾ 1 വർഷം വരെയൊക്കെ പരമാവധി നമുക്ക് ഇത് കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുന്നതാണ്. പണ്ട് കാലത്ത് നമ്മുടെ കർഷകരെല്ലാം അവരുടെ വീടുകളിൽ ഈ കണിവെള്ളരി ഞെട്ടുകൂടെ പറിച്ചെടുത്ത് ഇങ്ങനെ കെട്ടിത്തൂക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ ഭക്ഷണത്തിന് ക്ഷാമം വരുമ്പോൾ ഈ കണിവെള്ളരിയൊക്കെ പ്രയോജനപ്പെടുത്തി പലതരത്തിലുള്ള കറികളിൽ ചേർക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തിരുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീടുകളിൽ മാസങ്ങളോളം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കാർഷിക വിളയാണ് ഈ കണിവെള്ളരി എന്നത്.